ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ക്ഷേത്രത്തിൽ പോകാനും നാമം ജപിക്കാനും നിങ്ങൾക്ക് തോന്നുന്നില്ലേ എങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ദൈവം നേരത്തെ ചില സൂചനകൾ നിങ്ങൾക്ക് തരുന്നതാണ്. സമയദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് എന്തൊക്കെ പരിഹാരങ്ങളുണ്ടെന്നും ക്ഷേത്ര ദർശനം തടസ്സം കൂടാതെ പോകാനും നാമം ജപിക്കാനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും എന്തൊക്കെ വഴിപാടുകൾ ഉടൻ കഴിപ്പിക്കണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാ തടസ്സങ്ങളും മാറും. ക്ഷേത്രത്തിൽ പോകാനും പറ്റും. എല്ലാ പരിഹാരങ്ങളും പറയുന്നതാണ്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപകടങ്ങൾ മുന്നിൽ ഉണ്ട് എന്നും രോഗദുരിതങ്ങൾ വരാൻ പോകുന്നു, ദാരിദ്ര്യം വർദ്ധിക്കാൻ പോകുന്നു, ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് നാമം ജപിക്കാൻ നമുക്ക് പറ്റാത്തതിൻ്റെ പ്രധാന കാരണം. ഉടൻ തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. കൂടുതലായി പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്ന ശ്രീകൃഷ്ണ നാമം നിരന്തരം പറയുക. ക്ഷേത്രത്തിൽ കുറേ സമയം ഇരുന്ന് നാമങ്ങൾ ജപിക്കുക. അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറും. നാമം ജപിക്കാനും പറ്റും. ക്ഷേത്രത്തിൽ പോകാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നാമം ജപിക്കുമ്പോൾ ദുർചിന്തകൾ മനസ്സിൽ വന്നാലോ നെഗറ്റീവ് എനർജി കൊണ്ടാണ് അപ്രകാരം വരുന്നത്. നാമം ജപിക്കുമ്പോൾ ക്ഷീണവും ഉറക്കവും ഒക്കെ അനുഭവപ്പെടുകയോ ചെയ്താൽ എത്ര ശ്രമിച്ചിട്ടും പറയാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു നോട്ട് ബുക്ക് വാങ്ങി അതിൽ ഓം നമോ നാരായണായ എന്ന് 1008 പ്രാവശ്യം എഴുതുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ജപിക്കുകയും ഓരോ പ്രാവശ്യവും പറയുകയും ഓരോ പ്രാവശ്യം എഴുതുകയും ചെയ്യുക. അപ്പോൾ അതിൽ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ശ്രദ്ധ ഉണ്ടാകും, ഭക്തിയും വരും. അങ്ങനെ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഗുരുവായൂർ വരെ എത്താൻ കഴിയും. ഗുരുവായൂർ പോകാനുള്ള ഭാഗ്യമുണ്ടാകും. ഗുരുവായൂരപ്പനെ കാണാനും ആ സുന്ദര രൂപം കണ്ട് ആസ്വദിക്കാനും സന്തോഷിക്കാനും നമുക്ക് പറ്റും. അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ഭക്തി കൂടും. നാരായണീയത്തിലെ 1-ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഇതാണ്. ഓം നമോ നാരായണായ സാന്ദ്രാനന്ദാവബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. 2-ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം ഇതാണ്. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക ഭോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ടോജലൽ കൗസ്തുഭം തുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ശ്ലോകം ഒരിക്കൽ കൂടി. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക ഭോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ടോജലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ ആ സുന്ദര രൂപം മനസ്സിൽ കണ്ട് ജപിക്കൂ. ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്ര ദർശനമാണ് നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്നത് എങ്കിൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, തടസ്സം നേരിടുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഗുരുവായൂരപ്പൻ നിങ്ങളെ വിളിക്കും. നാരായണീയത്തിലെ 1-ാമത്തെ ദശകത്തിലെ 1-ാമത്തെ ശ്ലോകവും
രണ്ടാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകവും വ്യാഴാഴ്ച ദിവസം ഒരു 3ഓ 5ഓ വ്യാഴാഴ്ച ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയും. ഭഗവാൻ നിങ്ങളെ വിളിക്കും. നിങ്ങൾ പിന്നെ ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യും. ആ സുന്ദര രൂപം കണ്ട് പ്രാർത്ഥിച്ച് സമാധാനവും മനസ്സുഖവും ഒക്കെ നേടുകയും ചെയ്യും. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മായയിൽ മാറുകയും ആഗ്രഹ സാഫല്യം ഉണ്ടാവുകയും നാരായണീയം മൊത്തം നിങ്ങൾക്ക് ജപിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. കൂടുതൽ നാമം ജപിക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെട്ടാലോ കോട്ടുവ വന്നാലോ നാരായണ 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 എന്ന് നിരന്തരം 108 തവണ ജപിക്കുക. ആ തടസ്സങ്ങളൊക്കെ മാറും. ഭഗവാന്റെ ആ സുന്ദര രൂപം മനസ്സിൽ വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദോഷങ്ങളും നെഗറ്റീവ് എനർജിയും മാറി ക്ഷേത്രത്തിൽ പോകാനും നാമങ്ങൾ ജപിക്കാനും കഴിയും. നാരായണീയം വായിക്കാൻ ശ്രമിക്കുക. നാരായണീയം വായിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറും. ഈ ക്ഷേത്രത്തിൽ പോകാനും തോന്നും, ഭക്തിയും വർദ്ധിക്കും. ഭഗവാനെ കാണാൻ എപ്പോഴും താല്പര്യമുണ്ടായിക്കൊണ്ടേയിരിക്കും. ദോഷം വരുന്നതിന് മുമ്പായി ചില സൂചനകൾ ദൈവം കാണിച്ചു തരും. നമ്മുടെ വളർത്തുമൃഗങ്ങൾക്ക് അസുഖങ്ങൾ വരും. അവ ചിലപ്പോൾ ചത്തുപോകും. പൂച്ച, കോഴി ഇവയൊക്കെ ചത്തുപോകുന്നതായി കാണാൻ പറ്റും. പല്ലി ചത്ത് വീട്ടിൽ വിഴുന്നു കിടക്കും. ഇതൊക്കെ അശുഭ ലക്ഷണങ്ങളാണ്. ദുരിതങ്ങൾ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. വീട്ടിൽ നിത്യവും വിളക്ക് വയ്ക്കുക. 2 നേരവും 2 തിരിയോ 5 തിരിയോ ഇട്ട് വിളക്ക് കൊളുത്തി നാമങ്ങളൊക്കെ ജപിക്കുക. അപ്പോൾ ഇതുമാതിരിയുള്ള ദുരിതങ്ങളൊക്കെ മാറിപ്പോകും. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി നല്ലെണ്ണ വാങ്ങി സമർപ്പിക്കുക. ശത്രുദോഷം മാറും. ബാധ ഉപദ്രവങ്ങളും രോഗദുരിതങ്ങളും ഒക്കെ വഴിമാറിപ്പോകും. രക്തപുഷ്പാഞ്ജലിയും കുങ്കുമാർച്ചനയും നടത്തുന്നതും ശത്രുദോഷം മാറാൻ വളരെ ഉത്തമമാണ്. ജാതകപ്രകാരം സമയദോഷമുണ്ടെങ്കിലും ഈ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകും. ക്ഷേത്രത്തിൽ പോകാൻ പറ്റൂല, നാമം ജപിക്കാൻ പറ്റൂല. പിന്നെ നമ്മുടെ മറ്റു ദൈനംദിന കാര്യങ്ങളിൽ പോലും തടസ്സങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും രോഗദുരിതങ്ങളും മനപ്രയാസങ്ങളും കുടുംബ കലഹങ്ങളും ഒക്കെ ഉണ്ടാകും. പാഴ് ചിലവുകളും വന്നു ചേരും. 5 പൈസയും കയ്യിൽ വരികയില്ല. ഇതെല്ലാം സമയദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ആ സമയങ്ങളിൽ കൂടുതലായി ക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് ദേവിയെ നല്ലവണ്ണം നാമങ്ങളും മന്ത്രങ്ങളുമൊക്കെ പറഞ്ഞ് പ്രീതിപ്പെടുത്തുക. അപ്പോൾ സമയദോഷം മാറും. തടസ്സങ്ങളൊക്കെ മാറി ദുരിതങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയും.